എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. കുട്ടപ്പന് സായെ കണ്ട് കലി കയറി കത്തിയെടുത്ത് അവനെ വെട്ടാനായിട്ട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട് ദേഷ്യപ്പെട്ട് ഇപ്പൊ മാസ്ക് മാൻ പറയും, നിങ്ങൾ രണ്ടുപേരും ഒരു ടീമിലുള്ളവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും ഒരുമിച്ച് നിന്നും മിഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട രണ്ടു പേരാണ് നിങ്ങൾ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ വഴക്കൂടുന്നത് അത് ശരിക്കും മോശമാണ്. ഇപ്പൊ ഇങ്ങനെ വഴക്കൂടാൻ പാടില്ല കേട്ടോ, അത് ഇച്ചീച്ച് പിള്ളേരാണ് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആൾ ഉപദേശിക്കാൻ തുടങ്ങും. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, പക്ഷെ അതെല്ലാം തന്നെ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം. ഇന്നു മുതൽ നമ്മൾ ഒരു ടീമായിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഞാനായിരിക്കും നിങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ കുട്ടപ്പൻ ഷോക്കായിട്ട്, എന്ത് ഇവൻ എന്റെ ടീമാണെന്നോ? എനിക്കെങ്ങും വേണ്ട ഈ വാൽമാക്രി എന്ന് പറയുമ്പോ നമ്മുടെ ചെക്കനാവട്ടെ, അവൻ നറൂട്ടോയെ നോക്കി ഫേക്കായി ചിരിച്ചിട്ട് പറയും, ഞാൻ ആക്ച്വലി നിന്റെ പവർ അത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാനാണ് നീയുമായിട്ട് ഫൈറ്റ് ചെയ്തത്. നിന്നോട് ഫൈറ്റ് ചെയ്തപ്പോഴാണ് നിനക്കൊരു പവറും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായത്. അത് കേട്ട് കലിപ്പടിച്ച കുട്ടപ്പനാവട്ടെ അവന്റെ നിക്കറും പൊക്കി ഇപ്പൊ അവനെ തല്ലാനായിട്ട് ചാടി ചാടി നിൽക്കും. സാക്കുറ കുട്ടപ്പനോട് പറയും, നമ്മളെല്ലാം ഒറ്റ ടീമാണ്, സോ ഫൈറ്റ് ചെയ്യുന്നത് അത് മോശമാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ ആ ചെക്കൻ അവൻ വീണ്ടും പറയും, നിന്നെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സാക്കുറ കുട്ടപ്പനെ തൂക്കി എറിഞ്ഞ് ഇപ്പൊ അവനെ ഇടിച്ചു കൊല്ലാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടും. അത് കണ്ട കുട്ടപ്പനാവട്ടെ ഇപ്രാവശ്യം സാക്കുറയെ വട്ടം പിടിച്ച് അവളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. സായിക്ക് ആക്ച്വലി മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവന് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ജിറയ മാമനാവട്ടെ ഇപ്പൊ കാക്കാഷിയുടെ അടുത്തേക്ക് വരും. മാമൻ പറയും, ഒരിക്കലും നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. മാമനെ കണ്ട് ഇപ്പൊ കാക്കാഷി, മാസ്റ്റർ ജിറയ്യ നിങ്ങൾ വന്നോ? എനിക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിവിടെ വെറുതെ കിടന്ന് ഇപ്പൊ ബോറടിക്കാണെന്ന് പറയുമ്പോ മാമനാവട്ടെ രണ്ട് ബുക്സ് എടുത്ത് ഇപ്പൊ കാക്കാഷിക്ക് കൊടുക്കും. ഇത് നിനക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്, തൽക്കാലം നീ ഇത് വായിച്ച് ബോറടി മാറ്റാൻ ഇപ്പൊ മാമൻ കാക്കാഷിയോട് പറയും. അതിന് കക്കാഷി, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി മാത്രമാണോ ഇവിടേക്ക് വന്നത്? അതിന് മാമൻ പറയും, ആക്ച്വലി നിന്നെ കാണാനും കൂടെയാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അത് മറ്റൊന്നാണ്. പുതിയൊരു മിഷനു വേണ്ടി ഒക്കാകെ യമട്ടോ എന്ന് പേരുള്ള ഒരു മാസ്ക് മാനെ ഇപ്പൊ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവനെ പരിചയപ്പെടാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഇവിടെ മാസ്ക് മാൻ ആവട്ടെ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പൊ മിഷൻ ആരംഭിക്കണം. നിങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ, ഞാൻ നറൂട്ടോ ഉസുമാക്കി എന്ന് പറയും. അത് കേട്ട് സായി ആവട്ടെ അവൻ വീണ്ടും ഒരു ഫേക്ക് സ്മൈലിട്ട് അവന്റെ പേര് സായി എന്ന് പറയും. സാക്കുറ അവളുടെ പേരും പറയുമ്പോ ഇവിടെ സായി ആവട്ടെ നല്ല മെനകെട്ട പേരെന്നും പറഞ്ഞ് വീണ്ടും അവളെ കളിയാക്കാൻ തുടങ്ങും. അപ്പൊ മാസ്ക് മാൻ പറയും, നമുക്ക് പോവേണ്ടത് ടെൻചി എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിന്റെ അടുത്തേക്കാണ്. അവിടെ കൊറോച്ചിമാറുവിന്റെ ഒരു സ്പൈ വരുന്നുണ്ട്. അവനെ പിടിച്ചോണ്ട് വരികയാണെങ്കിൽ നമുക്ക് കൊറോച്ചിമാറുവിനെ കുറിച്ചും അതിലൂടെ സാസുകയെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിയും. ഇനി അധിക സമയമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും നിങ്ങളുടെ നിഞ്ച ടൂൾ എടുത്തുകൊണ്ട് ഗേറ്റിന് മുൻപിലേക്ക് വരിക. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനും സാക്കുറ ആവട്ടെ അവര് രണ്ടുപേരും ഇപ്പൊ ഒരുമിച്ച് നടന്നു പോവാണ്. സായനെ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്വത്തുമണി കുട്ടപ്പന് തീരെ ഇഷ്ടമല്ല. ഇവനെയാണോ ഇത്ര കഷ്ടപ്പെട്ട് സാസുകയ്ക്ക് പകരമായിട്ട് കണ്ടുപിടിച്ചത്? അവന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയാം ഒരു വലിയ കള്ള ലക്ഷണം. പക്ഷെ ഇവിടെ സാക്കുറയ്ക്കാണെങ്കിൽ അവനെ കുറച്ച് ഇഷ്ടാവുകയും ചെയ്യും. സാക്കുറ പറയും, അവന് ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോ ചെറുതായിട്ട് സാസുകയുടെ ഒരു കട്ടുണ്ട്, റൈറ്റിൽ നിന്ന് നോക്കുമ്പോ നമ്മുടെ മമ്മൂക്കയുടെ ഒരു കട്ടും, അങ്ങനെ മൊത്തത്തില് ഒരു മാക്കാനെ പോലുണ്ട്. കൊള്ളില്ല, അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ചുക്കിനും കൊള്ളില്ലെന്ന്. അത് കേൾക്കുമ്പോ സാക്കുറ പറയും, കാക്കാഷി അവൻ ശരിക്കും വേറൊരു ലെവലാണ്. കട്ട് ചെയ്താ ഇപ്പൊ സായി ആവട്ടെ അവന്റെ നിഞ്ച ടൂൾസ് അതൊന്നൊന്നായിട്ട് എടുത്തു വെച്ചോണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ആരോ ഒരാൾ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ സായി വെട്ടാൻ ശ്രമിക്കും. പക്ഷെ സായി അവൻ വെട്ടിത്തിരിഞ്ഞ് അവനെ ബ്ലോക്ക് ചെയ്യുമ്പോ ആ ഒരുത്തൻ പറയും, നീ അടിപൊളിയാണ്, നീ എന്റെ ഫൈറ്റ് അത് ബ്ലോക്ക് ചെയ്യോ എന്നറിയാനാണ് ഞാനിപ്പോ നിന്നെ അറ്റാക്ക് ചെയ്തത്. ആക്ച്വലി ഇപ്പൊ വന്നവനും അവനും ഫൗണ്ടേഷനിലെ ഒരാളാണ്. ഡാൻസോ നിനക്ക് ഒരു ലെറ്റർ തന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എടുത്തു കൊടുക്കും. ആ ലെറ്റർ വായിക്കുമ്പോ ഇപ്പൊ സായി ഒരു സെക്കൻഡ് ഷോക്കായി പോവും. അവൻ പറയും, മറ്റൊരു സീക്രട്ട് മിഷൻ കൂടെ നിനക്കിപ്പോ തന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് അവനാവട്ടെ ഒരു കത്തി വലിച്ചെറിയും. അപ്പൊ തൊട്ടടുത്തുനിന്ന് ഒരു പൂച്ച ഓടിപ്പോകുമ്പോ അവൻ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊരു പൂച്ചയാണ്. ഫൗണ്ടേഷനെ സംബന്ധിച്ചിടത്തോളം ആരോടും ഒരു ഇമോഷനും ഇല്ല. അതുകൊണ്ട് നിനക്ക് കിട്ടിയ മിഷൻ അത് നീ കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഫൗണ്ടേഷന് പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല, അവർക്ക് മിഷൻ മാത്രമേ ഉള്ളൂ. നിനക്ക് തന്ന മിഷൻ അത് നീ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് അങ്ങനെ ഇപ്പൊ അപ്രത്യക്ഷാവും. കട്ട് ചെയ്ത ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ
മാസ്ക് മാസ്റ്ററേയും കൂട്ടി ഇപ്പൊ കാക്കാഷിയുടെ അടുത്തേക്ക് വരും. കാക്കാഷി ആണെങ്കില് ഇപ്പൊ മാമൻ കൊണ്ടുവന്ന ബാലരമയൊക്കെ വായിച്ച് ചിരിച്ചു കളിച്ചിരിക്കുകയാണ്. ഒക്കാക റൂമിന്റെ അടുത്ത് വന്ന് ഞാൻ അകത്തേക്ക് വന്നോട്ടേന്ന് ചോദിച്ച് ഇപ്പൊ കാക്കാഷിയുടെ അടുത്തേക്ക് വരും. ഒക്കാക മാസ്ക് മാനെ കാണിച്ചു കൊടുത്ത് ഇവനെയാണ് നിനക്ക് പകരമായിട്ട് നിങ്ങളുടെ ടീമിലേക്ക് ഇപ്പൊ സെലക്ട് ചെയ്തത്. അവനെ കണ്ട ഉടൻ ഇപ്പൊ കാക്കാഷി ഷോക്കായിട്ട് ഇവനെയാണോ നിങ്ങൾ സെലക്ട് ചെയ്തത്? അവനല്ലേ, ഇവനെ എനിക്കറിയാലോ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ മാസ്ക് മാൻ പറയും, അതെ കാക്കാഷി മാസ്റ്റർ, ഇത് ഞാൻ തന്നെയാണ്. ഇവനെയാണോ കാക്കാഷിക്ക് പകരം നീ കണ്ടെത്തിയെന്ന് ഇപ്പൊ മാമൻ ചോദിക്കും. അതിന് ഹൊക്കാക പറയും, ഇവന് കഴിവുണ്ട്, തീർച്ചയായിട്ടും നറൂട്ടോയുടെ കാര്യം അതിവൻ സേഫ് ആയിട്ട് നോക്കിക്കോളും. കാക്കാഷി അവനോട് പറയും, നറൂട്ടോ കുട്ടപ്പൻ അവൻ ഒരുപാട് പ്രത്യേകത ഉള്ളവനാണ്. അവന്റെ ഉള്ളിലാണ് ആ ഒരു നയൻ ടൈൽ ഫോക്സിനെ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ ഒരുപാട് ദേഷ്യം, സങ്കടം ഒക്കെ വരുമ്പോ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തേക്ക് വരും. അതിന്റെ ടെയില് അത് പുറത്തേക്ക് വരുന്നതിന് നയൻ ടൈൽ ക്ലോക്ക് എന്നാണ് പറയുക. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ മാസ്ക് മാൻ ആവട്ടെ ഒരു സെക്കൻഡ് ഷോക്കാവും. നയൻ ടൈൽ ക്ലോക്കോ, അതെന്താണെന്ന് ചോദിച്ച് അവൻ വണ്ടർ അടിച്ചു നിൽക്കും. അവസാന മിഷനിൽ പോലും അവന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് പുറത്തു വന്നിരുന്നു. കാക്കാഷി പതിയെ ഇപ്പൊ പേടിയോടുകൂടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവന്റെ രണ്ടാമത്തെ ടെയില് അത് പുറത്തു വരുന്നതിനുള്ളില് മാമൻ തന്ന ആ ഒരു സ്റ്റിക്കർ ഉപയോഗിച്ച് അവന്റെ നയൻ ടൈൽ ഫോക്സിന്റെ പവർ അതിനെ ഞാൻ കൺട്രോൾ ചെയ്തു. അതിന് മാമൻ ചോദിക്കും, അപ്പൊ കുട്ടപ്പന്റെ ബോഡിയിലെ ആ ഒരു നയൻ ടൈൽ ഫോക്സിന്റെ പവർ അത് കൺട്രോൾ ചെയ്യാനാണോ ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയത്? കാക്കാഷി കുറച്ചു നേരം ആലോചിച്ച് ഇപ്പൊ മാമനോട് ചോദിക്കും, നിങ്ങൾ കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു മോൺസ്റ്ററിന്റെ എത്ര ടെയിൽ കണ്ടിട്ടുണ്ട്? മാമൻ പതിയെ ആളുടെ ഷർട്ട് ഉയർത്തിയിട്ട് പറയും, ഞാൻ 2 തവണ മരണത്തോട് മല്ലടിച്ച ആളാണ്. ഒരു തവണ നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഹൊക്കാഗയുടെ കുളി കാണാൻ ഞാൻ കുളിക്കടവിൽ ബൈനോക്കുലർ വെച്ചപ്പോ എന്റെ 2 കൈയും ബൈസെപ്സും അവള് തല്ലി ഒടിച്ചു. സെക്കൻഡ് ടൈം അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചു പോയത്. ട്രെയിനിങ്ങിന്റെ ഇടയില് അവന്റെ 4 ടെയില് അത് പുറത്തേക്ക് വന്ന് ആ ഒരു പവറില് അവൻ എന്റെ നെഞ്ച് അത് ഇടിച്ച് തകർത്തു. തലനാരിഴയ്ക്കാണ് അന്ന് ഞാൻ രക്ഷപ്പെട്ടത്. കട്ട് ചെയ്ത ഇവിടെ സാക്കുര ആവട്ടെ അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്തേക്ക് ഓടും. അവള് ഹൊക്കാഗയെ കണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. അതിന് ഹൊക്കാഗ അവളോട് പറയും, എനിക്കും ചില കാര്യങ്ങള് നിന്നോട് പറയാനുണ്ട്. സാക്കുറ ചോദിക്കും, ആ ഒരു സായ് അവൻ ആരാണ്? ഓൾറെഡി ഇപ്പൊ ഞങ്ങളുടെ ഇടയില് നല്ല ഫൈറ്റാണ്. അതിന് ഹൊക്കാഗ പറയും, ഇത് മുൻപേ ഞാൻ പ്രതീക്ഷിച്ചതാണ്. നറൂട്ടോ കുട്ടപ്പന്റെ മേലെ നിന്റെ ഒരു കണ്ണ് തീർച്ചയായിട്ടും വേണം. അവനെ നീ മാത്രം കൺട്രോൾ ചെയ്താൽ മതി. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അവിടേക്ക് ഡാൻസോ കടന്നു വരും. ഡാൻസോയെ കാണുമ്പോ ഇപ്പൊ സാക്കുറയ്ക്ക് അതാരാണെന്ന് മനസ്സിലാവില്ല. ഡാൻസോ പറയും, ഞാൻ അറിഞ്ഞു നീ അൻപു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് ഒരു അടിപൊളി മാസ്റ്ററിനെ ഇപ്പൊ സെലക്ട് ചെയ്തത്. അവൻ ട്രെയിനിങ് എടുത്തത് അത് 3rd ഹൊക്കാഗയുടെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അവൻ സൂപ്പർ ആയിരിക്കും. ഇനി എനിക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കാന്നും പറഞ്ഞ് ഇപ്പൊ ആളാവട്ടെ പുറത്തേക്ക് പോകും. സാക്കുറ ഹൊക്കാഗയോട് ചോദിക്കും, ആക്ച്വലി ഇദ്ദേഹം ആരാണ്? അതിന് ഹൊക്കാഗെ ആന്റി പറയും, ഇദ്ദേഹമാണ് നമ്മുടെ 3rd ഹൊക്കാഗയായിട്ട് ഫൈറ്റ് ചെയ്ത് പഴയൊരു ഹൊക്കാഗെ കാൻഡിഡേറ്റ്. പക്ഷെ ആള് തോറ്റു പോയതുകൊണ്ട് തന്നെ സായിരിക്കുന്ന ആ ഒരു ഫൗണ്ടേഷന്റെ മാസ്റ്റർ ആണ് ഇപ്പൊ ഇദ്ദേഹം. ഞാൻ ഫസ്റ്റ് ഹൊക്കാഗയുടെ മകളായതുകൊണ്ടും 3rd ഹൊക്കാഗയുടെ ശിഷ്യ ആയതുകൊണ്ടും ഇയാൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല. അതെല്ലാം കേട്ടിപ്പോ സാക്കുറ പറയും, എനിക്ക് മിഷന് പോവാൻ ഇപ്പൊ സമയമായി, ഞാൻ പോവാണെന്ന് പറയുമ്പോ അതേസമയം കുട്ടപ്പനാവട്ടെ ഇപ്പൊ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് സാസുകയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയ ടീം അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇപ്പൊ മിഷന് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.